ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ മീനൻ രാശിക്കാർക്ക് വളരെ നല്ല ഒരു ഭാവം, 11-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. 11-ാം ഭാവം ലാഭേ പ്രഭൂത ധനവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11 സൂര്യൻ നിൽക്കുന്നു. പ്രഭൂത ധനവാൻ, ധാരാളം ധനമുണ്ടാകും. അതിനാൽ ഈ ഒരു മാസക്കാലം മിഥുനൻ രാശിക്കാർക്ക് ധാരാളം സമൃദ്ധി ഉണ്ടാകട്ടെ. 11-ാം ഭാവം ലാഭമാണ്, അതിനാൽ ലാഭമുണ്ടാകും. അവിടെ മറ്റൊരു വിഷയം, സൂര്യൻ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6-ാം ഭാവാധിപനാണ്. അവർ ഋണം, കടത്തെ ചിന്തിക്കേണ്ട ഭാവമാണ്. അവർ ശത്രുക്കളെ പറ്റി ചിന്തിക്കേണ്ട ഭാവമാണ്. അതിനാൽ ലാഭമുണ്ടാക്കണം, സമ്മതിച്ചു. പക്ഷേ അത് വലിയ കടമൊക്കെ വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ധനനഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ശത്രുപതിയാണ് ലാഭസ്ഥാനത്ത്.
പലപ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി ജോലി ചെയ്താൽ ഏതെങ്കിലും രീതിയിൽ ശത്രു ഇടപെട്ട് തന്നെ ലാഭത്തെ കുറയ്ക്കുക, വളരെയധികം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തി ഒരു പ്രത്യേക ഘട്ടത്തിലൊക്കെ എല്ലാം നേടിക്കഴിയുമ്പോൾ കമ്പനി അയാൾ എപ്രീഷിയേറ്റ് ചെയ്യാതെ അയാൾക്ക് കൊടുക്കേണ്ട ബോണസോ കാശോ തടഞ്ഞു വയ്ക്കുക, ഇതൊക്കെയാണ് സംഭവിക്കുക. അങ്ങനെയുള്ള അവസ്ഥ വരാതെ നോക്കുക. ഇവിടെ സൂര്യൻ മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ ഓം നമഃ ശിവായ അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം അല്ലെങ്കിൽ മറ്റ് സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന നവഗ്രഹ സ്തോത്രങ്ങളൊക്കെ ചെല്ലുന്നത് വളരെ അഭികാമ്യമായി വർത്തിക്കും, വളരെ അനുകൂലമായിട്ട് വരും. കാരണം നല്ല സൂര്യനാണ്, അതിനെ നന്നാക്കിയെടുക്കുക. 11ാം ഭാവം ലാഭഭാവമാണെന്ന് പറഞ്ഞു. നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ, രാജാവ് തനിക്ക് മുദ്ര ചിഹ്നം തരും, അധികാരം തരും. പഴയകാലത്താണ് പട്ടും വളയും കൊടുക്കും. അതിനാൽ താൻ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ പലപ്പോഴും തനിക്ക് അവാർഡുകളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തരും. അത്ര നല്ല ഭാവമാണ് 11ാം ഭാവം. ഞാൻ പറഞ്ഞു തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകും, അതിനാണ് മന്ത്രം ചെയ്യണമെന്ന് പറഞ്ഞത്. പ്രതാപാനലെ ശത്രുവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ തന്നെ ശത്രുക്കൾ നശിച്ചു പോകും, പ്രതാപം പ്രകടിപ്പിക്കും. ശ്രിയോനേകത, പല രീതിയിലുള്ള വരവുണ്ടാക്കും. ഒന്നിൽ കൂടുതൽ വരവിനൊക്കെ ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. ദുഃഖമങ്കോദ്ഭവാനാം, തനിക്ക് സന്താനങ്ങളെ കൊണ്ട് ദുഃഖമുണ്ടാകും. കാരണം 5ാം ഭാവത്തിലേക്ക് സൂര്യൻ നോക്കുന്നു. ഇവിടെ ഗർഭിണികൾ ശ്രദ്ധിക്കണം, എബോർഷനാകാതെ, ശാരീരിക ക്ലേശങ്ങൾ, വയറിന് അസ്വസ്ഥത വരാതെ നോക്കുക. യുവതികൾ ചെറിയ മക്കൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക. മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മാത്രം. ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ ശ്രദ്ധിക്കുക. ഏതായാലും ഈ സൂര്യൻ നന്മകൾ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർ. അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു കരുത്ത് ലഭിക്കുന്ന മാസമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദേ ക്യാൻ ഇംപ്ലിമെൻറ്റ് ദർ ഐഡിയാസ്. കാരണം കഴിഞ്ഞ ഒരു മാസം സൂര്യൻ ധനുവിലായിരുന്നു. അത് കർമ്മമേഖലയിൽ വളരെയധികം ഗുണം വന്ന ഒരു മാസമായിരിക്കാം. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന മാസമാണ് മകരം മാസം. ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമായി സംഭാവ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.